ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ ആണവായുധ ശേഖരം കൂടുതൽ അടുത്ത് ഏകോപിപ്പിക്കുന്നതിനായി നോർത്ത് വെയ്ഡ് പ്രഖ്യാപനം എന്ന പേരിൽ ഒരു പുതിയ കരാർ അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര സുരക്ഷാ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജൂലൈ 10-ന് ഇരു രാജ്യങ്ങളും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങളുടെ ആണവായുധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആണവശക്തികൾ സ്വാതന്ത്ര്യമാണെങ്കിലും സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ അവയ്ക്ക് കഴിയുമെന്നും വ്യക്തമാക്കി. ഈ കരാർ യൂറോപ്പിന്റെ സുരക്ഷാ സമവാക്യത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നുണ്ടോ എന്നും റഷ്യ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾക്ക് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് പ്രഖ്യാപിച്ച ഈ കരാർ യൂറോപ്പിലെ സൈനിക ശക്തികളെ പുനർനിർവചിക്കുന്ന ഒന്നാണ്. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ കാര്യക്ഷമമാക്കാനും ഏകോപിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ഇതിലൂടെ പ്രതിജ്ഞാബദ്ധരാകുന്നു. പ്രധാനമന്ത്രി സ്റ്റാർമർ ഊന്നി പറഞ്ഞതുപോലെ ഈ ഭൂഖണ്ഡത്തിനെതിരായ ഏതൊരു തീവ്ര ഭീഷണിയും നമ്മുടെ രണ്ട് രാജ്യങ്ങളിൽ നിന്നും പ്രതികരണത്തിന് കാരണമാകുമെന്നും നാറ്റോയുടെ എതിരാളികൾക്ക് അറിയാം എന്നതും ഈ കരാറിന്റെ കാതലാണ്. ഇതൊരു ശക്തമായ പ്രതിരോധ സന്ദേശമാണ്, പ്രത്യേകിച്ചും നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ. മാക്രോൺ ഈ കരാറിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ പങ്കാളികളും എതിരാളികളും കേൾക്കേണ്ട ഒരു സന്ദേശം എന്നാണ്. ഇത് കേവലം ഒരു പ്രതിരോധ സഖ്യം എന്നതിലുപരി യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ ഇല്ലാത്ത സാഹചര്യത്തിലും ഫ്രാൻസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ താൽപര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും റഷ്യയുമായി വെടിനിർത്തൽ ഉണ്ടായാൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സഖ്യത്തിനുള്ള പദ്ധതികളുമായി ഈ കരാറിന് ബന്ധമുണ്ടെന്ന നിർദ്ദേശങ്ങളെ മാക്രോൺ തള്ളിക്കളഞ്ഞു. ഇത് ഈ ആണവ സഹകരണം ഒരു പ്രത്യേക സാഹചര്യത്തെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ചൊരു ദീർഘകാല തന്ത്രപരമായ നീക്കമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. കരാർ പ്രകാരം ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി വിന്യസിക്കാവുന്ന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നതിനും സാധ്യതയുള്ള എതിരാളികളെ തടയുന്നതിനോ നേരിടുന്നതിനോ വേണ്ടി പൂർണ്ണമായ യുദ്ധ സജ്ജീകരണത്തിലേക്ക് മാറുന്നതിനും പ്രതിജ്ഞാബദ്ധരാണ്. ഇത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ആസൂത്രണത്തിലും വിഭവ വിനിയോഗത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടൻ ഏകദേശം 225 ആണവ വാർഹെഡുകളും ഫ്രാൻസിന് ഏകദേശം 290 എണ്ണവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും 5000-ലധികം വാർഹെഡുകളുണ്ട്. എങ്കിലും യൂറോപ്പിലെ രണ്ട് പ്രബല ആണവ ശക്തികളുടെ ഈ സംയോജനം ഒരു ചെറിയ കണക്കല്ല. ഈ ആണവശേഷിക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന ധാരണ പ്രത്യേകിച്ചും യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു വലിയ ശക്തിയായി മാറും. ഈ കരാറിനെ യൂറോപ്പിലെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന നീക്കമായാണ് റഷ്യ കാണുന്നത്. കരാറിനെ തങ്ങളുടെ സൈനിക ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് ഊന്നി പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത നാറ്റോ സഖ്യകക്ഷികളായ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയോജിത ആണവ ശേഷിയെ അവഗണിക്കാൻ റഷ്യക്ക് കഴിയില്ല എന്നാണ്. ഇതെല്ലാം നാറ്റോ നയത്തിന്റെ പൊതുവായ റഷ്യൻ വിരുദ്ധ സ്വഭാവവുമായി യോജിക്കുന്നുമുണ്ട്. അത്തരം ഇടപെടൽ ഔപചാരികമാക്കുകയും സ്ഥിരതയുള്ളതും ഉറച്ചതുമായ ഒരു അടിത്തറയിൽ സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി മാത്രമല്ല സൈനിക ആസൂത്രണത്തിലും ഞങ്ങൾ ഇത് കണക്കിലെടുക്കുമെന്നും റിയാബ്കോവ് RBK ബിസിനസ് ഡെയിലിയോട് പറഞ്ഞു. റഷ്യയുടെ ഈ പ്രതികരണം സ്വാഭാവികമാണ്. യൂറോപ്പിൽ, പ്രത്യേകിച്ചും കിഴക്കൻ യൂറോപ്പിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ റഷ്യ ശ്രമിക്കുമ്പോൾ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായുള്ള ഈ ആണവ സഹകരണം ഒരു പുതിയ വെല്ലുവിളിയായി അവർക്ക് തോന്നാം. റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ വർദ്ധിപ്പിക്കുകയും ആയുധ മത്സരത്തിലേക്ക് നയിക്കുകയും ചെയ്യുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. റഷ്യ തങ്ങളുടെ സൈനിക ആസൂത്രണത്തിൽ ഈ കരാറിനെ ഉൾപ്പെടുത്തുമെന്നും പറയുന്നതിലൂടെ ആണവ ശക്തികൾ തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നോർത്ത് വെയ്ഡ് പ്രഖ്യാപനം യൂറോപ്പിലെയും ലോകത്തിലെയും സുരക്ഷാ സമവാക്യത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ കരാർ നാറ്റോ സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തും. ബ്രിട്ടനും ഫ്രാൻസും യൂറോപ്പിലെ പ്രധാന സൈനിക ശക്തികളാണ്. അവയുടെ ആണവ ശേഷിയുടെ ഏകോപനം സഖ്യത്തിന് കൂടുതൽ തന്ത്രപരമായ ആഴം നൽകും. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറത്തുപോയെങ്കിലും ഫ്രാൻസുമായുള്ള ഈ സഹകരണം യൂറോപ്പിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടും. അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പിന് സ്വന്തമായി പ്രതിരോധ ശേഷി വികസിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരും. അതോടൊപ്പം റഷ്യയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് പോലെ ഈ കരാർ ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിടാൻ സാധ്യതയുണ്ട്.
ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നും ആശങ്കയുണ്ട്. ഈ കരാർ റഷ്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴ്ത്തും. ചൈന പോലുള്ള മറ്റ് ആണവ ശക്തികൾ ഈ സംഭവ വികാസങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതും പ്രധാനമാണ്. ഇത് ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. വർദ്ധിച്ചു വരുന്ന ആണവ സഹകരണവും പുതിയ ആയുധ വികസനങ്ങളും ആണവ നിയന്ത്രണ ഉടമ്പടികളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും അവയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ശക്തമായ അന്താരാഷ്ട്ര നിയമങ്ങളും സംവിധാനങ്ങളും ആവശ്യമായി വന്നേക്കാം. എന്തായാലും നോർത്ത് വെയിൽ പ്രഖ്യാപനം കേവലം ഒരു സൈനിക കരാർ എന്നതിലുപരി യൂറോപ്പിന്റെയും ലോകത്തിന്റെയും ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. ഇത് യൂറോപ്യൻ സുരക്ഷാ കാഴ്ചപ്പാടുകളെ പുനർനിർവചിക്കാനും പുതിയ സഖ്യങ്ങൾക്കും പ്രതിരോധ തന്ത്രങ്ങൾക്കും രൂപം നൽകാനും സാധ്യതയുണ്ട്. റഷ്യയുടെ പ്രതികരണങ്ങൾ ഈ കരാറിന്റെ വ്യാപ്തിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുമുണ്ട്. വരും കാലങ്ങളിൽ ഈ ആണവ സഹകരണം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്നും അത് ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കും. ഇതൊരു പുതിയ ശീതയുദ്ധ സാഹചര്യത്തിലേക്ക് ലോകത്തെ നയിക്കുമോ അതോ യൂറോപ്പിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാൻ സഹായിക്കുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഈ കരാർ ആഗോള ഭൗമരാഷ്ട്രീയ രംഗത്ത് ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്.